എല്ലാ മക്കൾക്കും അവരുടെ കുടുംബത്തിനും സമാധാനം ആശംസിക്കുന്ന. നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാൽ ആ ഭവന സമാധാനം ആശംസിക്കുന്ന നല്ല കർത്താവേ, നിന്റെ വാക്കിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിനും വ്യക്തിക്കും കർത്താവിന്റെ നാമത്തിൽ സമാധാനം ആശംസിക്കുന്നു. കർത്താവെ, ഈ സമാധാനം അവരുടെ ജീവിതത്തിന്റെ ഇന്നത്തെ വിവിധ ഘട്ടങ്ങളിലെ അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളില് അത് കഴിയുമ്പോൾ അവർ സമാധാനം സംസാരം കഴിയുമ്പോൾ സമാധാനം നിറയട്ടെ കർത്താവെ. രോഗപീഠകളെ വലയുന്നവര്, മാനസിക പീഡകളെ വലയുന്നവര്, ഉറക്കമില്ലാത്തവര്, ഇന്നലെ രാത്രി പല കാര്യങ്ങൾ കൊണ്ട് ഉറങ്ങാൻ കഴിയാതിരുന്നവര്, ആ വിഷയങ്ങളെല്ലാം ഈ അനുഗ്രഹത്തിന്റെ ശക്തിയാൽ ഭാരങ്ങള് നീങ്ങിപ്പോട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിന് നീ അനുഗ്രഹിക്കപ്പെടട്ടെ. ജീവിതത്തിൽ ഇതുപോലെ തന്നെയുള്ള കാലാവസ്ഥ ഭേദങ്ങളുണ്ടാവും. കണ്ണീരിന്റെ കാലം ഉണ്ടാവും. ചിലര് കണ്ണീര് ഉണ്ടെങ്കിലും ആരെയും കാണിക്കാതെ കണ്ണീർ അടക്കി നടക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ മനസ്സിലത് പ്രളയകാലമാണ്. ഈ എല്ലാ കാലങ്ങളിലും ഒരു ദൈവവിശ്വാസി കൈവരിക്കുന്ന ഒരു വാട്ടർ ലെവലുണ്ട്. എത്ര മഴ പെയ്താലും ഒരേ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരില്ലേ? ഒരേ ലെവലിൽ എത്ര സങ്കടം ഉണ്ടെങ്കിലും ഒരേ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ അറിയത്ത പോലും ഇല്ല അവർക്ക് എന്തുമാത്രം വിഷമതകൾ ഉണ്ടെന്നുള്ള അറിയത്തില്ല. നമുക്ക് പിന്നെ 2 കാലങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് കേരളത്തില്.